ഇന്ന് കർക്കിടക മാസത്തിലെ കറുത്തവാവ് അമാവാസി ദിവസമാണ്. പൂയാറ ശ്രീ വിഷ്ണു മായാമഠത്തിലെ ഏറ്റവും വിശേഷാലായിട്ട് അമാവാസി പൂജകളും പൗർണമി പൂജകളും അതിശക്തമായിട്ട് ചെയ്യുന്നൊരു സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിദേശത്ത് നിന്നും നമ്മളുടെ ഇന്ത്യയിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് വലിയ കലശം അല്ലെങ്കിൽ മഹാനിവേദ്യം, നമ്മൾ മഹാനിവേദ്യം പൂജകൾ എന്നാണ് അതിന് പറയാറ്, അപ്പോൾ അത് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഈ അമാവാസിയിൽ പുറത്തു നിന്നുള്ള വലിയ കലശം അല്ലെങ്കിൽ മഹാനിവേദ്യ പൂജകൾ ചെയ്യാനായിട്ട് എടുത്തിരുന്നില്ല. പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് അത് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. അത് എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഉപാസനയുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെയധികം പ്രൈവറ്റായിട്ട്, വളരെയധികം രഹസ്യമായിട്ട് ഈ കർക്കിടക മാസത്തിലെ വളരെ വിശേഷാലായിട്ട് നമ്മൾക്ക് തന്നെ വലിയൊരു ശക്തി ചൈതന്യത്തെ ലഭിക്കുന്നതിന് വേണ്ടി വളരെ വിശേഷാലായി ചെയ്യുന്ന പൂജയായതുകൊണ്ടാണ് പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഭാഗമാവാനായിട്ട് സാധിക്കാനായിട്ട് ഇപ്രാവശ്യം പറ്റാതിരുന്നത്. നമുക്ക് കർക്കിടക മാസത്തിൽ എല്ലാതും അങ്ങനെയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്ന ആൾക്കാർ നമ്മളെ വിളിക്കുകയും അവർക്ക് കർക്കിടക മാസത്തിലെ സ്വാമിക്കായിട്ട് ചെയ്യാനായിട്ടുള്ള വിശേഷാലായിട്ടുള്ള വഴിപാടുകൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്കി ഏത് വഴിപാടുകളും ചെയ്യാം. അതുപോലെ കർക്കിടക മാസത്തിൽ 21 ദിവസത്തെ വളരെ വിശേഷാലായിട്ടുള്ള പൂജകളുടെ വഴിപാടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമാവാം. ഈ വലിയ കലശമായാലും ഈ പറയുന്ന മഹാനിവേദ്യ പൂജകളായാലും നമ്മൾ ഈ മാസത്തിൽ പുറത്തുനിന്ന് എടുക്കാറില്ല. അത് ഈ ഒരു കാരണം കൊണ്ടാണ്. അതിശക്തമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. സ്വാമിക്ക് വേണ്ടി ഞാനും എൻ്റെ കുടുംബവും ഈ പറയുന്ന ഒരു കാലയളവ് അത്രയും വിശേഷാലായി സ്വാമിക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നമ്മളതിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാവാനായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്, അതിശക്തമായിട്ടുള്ള ഫലസിദ്ധി ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന പൂജകളാണ്. നമുക്ക് അതിശക്തമായ ബ്ലെസ്സിങ് പവർ, നമുക്ക് ഒരാളുടെ കാര്യം നടത്തി കൊടുക്കാനായിട്ട് ഭഗവാനോട് നാളുകളിൽ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ഞാൻ ആവശ്യപ്പെട്ടാൽ എൻ്റെ സ്വാമി അതെനിക്ക് നടത്തി തരാൻ വേണ്ടി, എന്നെ സ്വാമിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായി നിർത്തുന്നതിന് വേണ്ടി ഓരോ ഉപാസകരും ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനത് വളരെ വിശേഷാലായി ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളതിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഒഴിവാക്കി എന്നല്ല അത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഞാൻ അത്രയും വിശേഷാലായി ചെയ്യുന്നത് കൊണ്ടാണ് മറ്റുള്ളവരെ അതിൻ്റെ ഭാഗമാക്കാഞ്ഞത്. ഒരുപാട് പേര് എന്നോട് അതിനെക്കുറിച്ച് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും വിജയിക്കട്ടെ.